നമ്മുടെ ഉപ്പമാരൊക്കെ മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ വന്നിട്ട് ഒരുപാട് കാലം 40-50 വർഷം കഷ്ടപ്പെട്ട് ജോലി എടുത്ത് ഉണ്ടാക്കിയിട്ട് ഒരു ചെറിയ തുരുന്ന സേവിങ്സ് ഉണ്ടാവും അവർക്ക്. അത് അവർ നാട്ടിൽ കൊണ്ടുപോകും. അവർക്കൊരു ഏജ് ഒക്കെ ആകുമ്പോൾ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. കാരണം ഏജ്ഡ് ആകുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് അസുഖങ്ങൾ വരും, നാട്ടിൽ വരും, വേറെ പണിക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് വേറൊരു ഇൻകം വേണം. ഇപ്പോൾ ഇവിടെയൊക്കെ വന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി ഈ സേവിങ്സ് ഇവർ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യൽ നാട്ടിലുള്ള വല്ല പ്ലോട്ടിലായിരിക്കും. പിന്നെ ആ പ്ലോട്ടിന്റെ വാല്യൂ കൂടണമെന്നുണ്ടെങ്കിൽ അവിടെ വല്ല ഡെവലപ്മെന്റ്സും വരണം. അത് നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ചിന്തിച്ചാൽ മതി. ഇപ്പൊ ഇവിടെ പ്രവാസികളായിട്ട് നിൽക്കുന്ന എന്റെ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇവിടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് അവർ ജീവിച്ച കാലത്തല്ല നിങ്ങൾ ജീവിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടിന്റെ ലോഞ്ച് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും വന്നാൽ തന്നെ വിത്തിൻ സ്പോട്ടിൽ നിങ്ങൾക്ക് അതിന്റെ അപ്ഡേഷൻ വരികയാണ്. നമ്മളെ ഉപ്പമാരെ കാലത്ത് അവർക്ക് ചെയ്യാൻ പറ്റാതെ പോയത് നമുക്ക് ചെയ്യാൻ പറ്റണം. കാരണം നമുക്ക് ഇന്ന് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. മാസം